സ്ക്രാച്ച് ആൻഡ് വിൻ തട്ടിപ്പിലൂടെ തിരുവനന്തപുരം സ്വദേശിക്ക് നഷ്ടമായത് 22 ലക്ഷം രൂപ. തിരുവനന്തപുരം സ്വദേശിനിയായ യുവതിക്ക് സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡിലൂടെ 8 ലക്ഷം സമ്മാനമായി ലഭിച്ചെന്ന് വരുത്തി തട്ടിപ്പ് സംഘം തട്ടിയെടുത്തത് 22 ലക്ഷം രൂപയാണ്. സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ സ്വന്തം തട്ടകമായ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായി അരങ്ങേറുന്നത് സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ തട്ടിപ്പുകളാണ്. സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ കൊറിയറിൽ വീട്ടിലേക്ക് അയച്ചു കൊടുത്താണ് ലക്ഷങ്ങളുടെ തട്ടിപ്പിന്റെ തുടക്കം. തിരുവനന്തപുരം സ്വദേശിയായ യുവതിയിൽ നിന്നാണ് ഇങ്ങനെ 22.90 ലക്ഷം രൂപ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തത്. കക്കമൂല സ്വദേശിനിയാണ് തട്ടിപ്പിനിരയായതെന്നുള്ളതാണ്. കാർഡ് ഉരച്ചപ്പോൾ ലഭിച്ച 8 ലക്ഷം രൂപയുടെ സമ്മാനം കിട്ടാനായാണ് യുവതി പലതവണയായി 22 ലക്ഷം രൂപയോളം തട്ടിപ്പുകാർക്ക് നൽകിയതെന്നാണ് പോലീസ് പറയുന്നത്. 2023 ഡിസംബർ മുതലാണ് ഈ ഒരു തട്ടിപ്പ് ആരംഭിച്ചത്. സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡ് വീട്ടിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരാൾ യുവതിയെ ഫോണിലേക്ക് വിളിച്ചു. ഇത്തരമൊരു കാർഡ് അയച്ചിട്ടുണ്ടെന്നും അത് പരിശോധിക്കാനും ആവശ്യപ്പെട്ടു. യുവതി ഈ ഭാഗ്യ കൂപ്പൺ ഉരച്ചപ്പോൾ 8 ലക്ഷം രൂപയാണ് അതിൽ സമ്മാനമായി തെളിഞ്ഞത്. എന്നാൽ ഈ 8 ലക്ഷം രൂപ കിട്ടാനായി GSTയും പ്രോസസ്സിംഗ് ഫീസും ആദായ നികുതിയും മറ്റും നൽകണമെന്ന് വിളിച്ചയാൾ യുവതിയോട് ആവശ്യപ്പെട്ടു. ഈ നൽകുന്ന തുക, അതായത് നികുതിയായി അടയ്ക്കേണ്ടി വരുന്ന തുക, സമ്മാനത്തുകയ്ക്കൊപ്പം തിരികെ നൽകുമെന്നാണ് ഇയാൾ യുവതിയെ വിശ്വസിപ്പിച്ചത്. ഇത് വിശ്വസിച്ച യുവതിയാകട്ടെ തട്ടിപ്പുകാർ ആവശ്യപ്പെട്ട പണം നൽകുകയായിരുന്നു. ഈ അടുത്തിടെ വിവരം പിതാവ് അറിഞ്ഞതോടെയാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അടുത്തിടെ ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ നടന്നൊരു വൻ തട്ടിപ്പിൽ പണം തട്ടിപ്പ് നടത്തിയ പ്രതിയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഭോപ്പാലിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. മെയ് 5-ന് ആറന്മുള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണത്തിലാണ് ഭോപ്പാൽ സ്വദേശിയായ മാനവേന്ദ്ര സിംഗിനെ പിടികൂടിയത്. പത്തനംതിട്ട തെക്കേമല സ്വദേശി ബിനു കാർത്തികേയൻ എന്നയാളിൽ നിന്ന് 46,56,700 രൂപ സംഘം തട്ടിയെടുത്തെന്നാണ് FIR-ൽ പറയുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ മാസം 7-ാം തീയതി മുതൽ ഡിസംബർ 12-ാം തീയതി വരെയുള്ള കാലയളവിലായിരുന്നു ഈ തട്ടിപ്പ് നടന്നത്. TD അമേരിക്ക ട്രേഡ് എന്ന കമ്പനിയുടെ പ്രതിനിധികളെന്ന വ്യാജേനയാണ് ഇവർ ബിനു കാർത്തികേയനെ സമീപിച്ചത്. ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗിൽ ഏർപ്പെട്ടാൽ വൻ സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. $100 നിക്ഷേപിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ $1000 തിരികെ ലഭിക്കുമെന്നായിരുന്നു തട്ടിപ്പ് സംഘം ഇയാളെ ധരിപ്പിച്ചത്. തുടർന്ന് കിടപ്പാടമടക്കം പണയപ്പെടുത്തി തട്ടിപ്പ് സംഘത്തിന് പണം നൽകുകയായിരുന്നുവെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. തുടർന്ന് ആറന്മുള CAയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഭോപ്പാലിലെത്തി പ്രതിയെ തന്ത്രപൂർവ്വം പിടികൂടുകയായിരുന്നു. ഇയാൾ താമസിച്ചിരുന്ന ലോഡ്ജിൽ നിന്നാണ് പിടികൂടിയത്. എന്തായാലും എത്രയേറെ വാർത്തകളും വിവരങ്ങളും സൈബർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നെങ്കിലും സമാനമായ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ആവർത്തിച്ച് നടക്കുകയാണ്. തട്ടിപ്പ് സംഘങ്ങൾ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ കബളിപ്പിച്ച് വെട്ടിപ്പ് നടത്തി ജീവിക്കുന്നു എന്നതാണ് ഏറെ ദുഃഖകരം. ഒരു രീതിയിലും ഇങ്ങനെയുള്ള ഫോൺ വിളികളിലോ സ്ക്രാച്ച് ആൻഡ് വിൻ, ലക്കി ഡ്രോ അങ്ങനെ നീളുന്ന തട്ടിപ്പ് രീതികളിൽ വീഴാതിരിക്കുക. വളരെ വിശ്വസനീയമായ രീതിയിൽ സംസാരിച്ച് നമ്മളെയൊക്കെ അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ കബളിപ്പിക്കാൻ ശേഷിയുള്ളവരാകും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾക്കായി ബന്ധപ്പെടുക. അതിനാൽ സംശയം തോന്നുന്ന സാഹചര്യത്തിൽ കേരള പോലീസിന്റെ സൈബർ വിഭാഗവുമായി ബന്ധപ്പെടുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം.